ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി നമ്മളെല്ലാ പ്രാവശ്യവും ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മധുരിച്ചിട്ടൊക്കെ ഉള്ളതല്ല. അപ്പോൾ ഇച്ചിരി എരിവൊക്കെ കുറച്ച് കൂട്ടിയിട്ട് മസാല പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം പാനെടുത്ത് എണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക, കുറച്ച് വറ്റൽമുളക്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ പച്ചമുളക് കേട്ടോ ആവശ്യത്തിന് ഇടാം. പിന്നെ ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി എടുത്തിട്ടുള്ളൂ ഞാൻ. നിങ്ങൾക്ക് ഫുൾ വേണമെങ്കിൽ എടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി കഴിയുമ്പോഴത്തേനും നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്ര ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ആ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഈ ക്യാരറ്റ് ഉണ്ടല്ലോ, എങ്ങനെയാണ് നിങ്ങൾക്ക് അരിയാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇതാക്കിയിരിക്കുന്നത്. അതിനുശേഷം നമുക്കത് നന്നായി മിക്സ് ചെയ്ത് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് മൂടി വെച്ച് ചെറു തീയിൽ എന്താ പറയുക നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോഴത്തേന് ഇത് ക്യാരറ്റ് വേവാൻ അധികം നേരമൊന്നും വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി അതിലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആവശ്യത്തിൽ കുറച്ച് അധികം തന്നെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ അധികം ചേർത്തില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പച്ചമുളക് കുറച്ച് അധികം ഇട്ടതായിട്ട് എനിക്ക് തോന്നി. ഇനി അതിലോട്ട് എന്താ പറയുക തേങ്ങ ചിരവിതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കാം. അപ്പം ആ കുരുമുളക് ഈ തേങ്ങയൊക്കെ മസാലയിലൊക്കെ കിടന്ന് ഒരു നല്ല മണം വരും. അപ്പം ഇത്രയേ ഉള്ളൂ ക്യാരറ്റ് തോരൻ എന്ന് പറയാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി എരിവോട് കൂടി ക്യാരറ്റ് തോരൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും അടിപൊളിയാണ്. നിങ്ങൾക്ക് എങ്ങനെ വെള്ളം റെഡിയാക്കിയിട്ട് കഴിച്ച് നോക്കാം. അപ്പോൾ കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.